തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. IPC 336, 338 എന്നീ വകുപ്പുകളാണ് ഡോക്ടർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സുമയ്യയുടെ ശരീരത്തിലെ ട്യൂബ് മാറ്റുന്ന കാര്യം വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനിക്കും. നഷ്ടപരിഹാരം നൽകുന്ന കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ADHSുമായി നടത്തിയ ചർച്ചയിൽ സുമയ്യയുടെ കുടുംബത്തിന് ഉറപ്പ് നൽകി. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടയിൽ നെഞ്ചിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തത്. രാജീവ് കുമാർ മാത്രമാണ് കേസിൽ പ്രതി. സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ 4 ദിവസത്തിനുള്ളിൽ നടപടിയുണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ഡോക്ടറിനെതിരെ കർശന നടപടി. ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷന് ബന്ധപ്പെട്ടുള്ള നടപടിയായിരിക്കില്ല. ഡോക്ടേഴ്സിന് പറഞ്ഞ രീതിയിൽ ആരോഗ്യവകുപ്പ് കേസ് പരാതി നടപടി എടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പാളിച്ച അത് വിദഗ്ധ സമിതി ഇരുന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. എന്തായാലും ഒരു 4 ദിവസത്തിനകത്ത് കൃത്യമായൊരു മറുപടി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയിലാണ് സുമയ്യ. ഇപ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളതായും സുമയ്യ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട്, എനിക്ക് എന്തെങ്കിലും പറ്റുമോ ഇത് കാരണം, അങ്ങനത്തെ ടെൻഷൻ എനിക്കിപ്പോഴും ഉണ്ട്. അത് അവർ നടത്തി കഴിഞ്ഞാൽ വിശ്വാസമാവും. ഇപ്പം പറഞ്ഞയച്ചു, ഇനി അത് നിലവിൽ നടത്തി കഴിഞ്ഞാൽ വിശ്വാസം നീതി ലഭിക്കുമെന്ന് അപ്പോഴേ വിശ്വാസം. അതിനിടയിൽ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഇതിലൊരു പരാതിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ഈ കമ്മിറ്റി അതുകൂടി പരിശോധിക്കാൻ പറഞ്ഞു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. ശസ്ത്രക്രിയയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നതുമാണ് സുമയ്യയുടെ ആവശ്യം. മീഡിയ 1 തിരുവനന്തപുരം.